നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ സകുടുംബം ജന്മനാട്ടിൽ വന്ന് ഓണാഘോഷം വിപുലമാക്കി തീർക്കുവാനും ആശ്വാസകരമായുള്ള രീതിയിൽ മടങ്ങിപ്പോകുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായം ഭാവിയിലേക്ക് നൽകാമെന്ന വാഗ്ദാനം നൽകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഉദ്യോഗം ലഭിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടും യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടാൻ യോഗം കാണുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ വേറെ ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാനും ഒരാഴ്ചയോളം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വീട് കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗമുണ്ട്. അശരണരായവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ കണ്ടെത്തലുകൾക്ക് സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിരിക്കാം. ഈ ഒരു മേഖല പുതിയതായിട്ട് ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ആത്മവിശ്വാസം ആർജിക്കുവാൻ ഇടയുണ്ട്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഈ ഒരു മാസത്തിൽ പാഠ്യപദ്ധതി പൂർത്തീകരിക്കുകയും മാസത്തിന്റെ ഒടുവിൽ തന്നെ പഠിച്ചതിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതികൾക്ക് അവസരം വന്നു ചേരുന്നത് മിക്ക വിദ്യാർത്ഥികളും അത് സ്വീകരിക്കാൻ യോഗമുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 6 മാസത്തിനുള്ളിൽ നടക്കുന്ന കലാ കായിക മത്സരങ്ങൾക്ക് വേണ്ടി സജീവമായി പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനും അനുമോദനങ്ങൾ അർപ്പിക്കുവാനും യോഗം കാണുന്നു. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യക്തമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കും. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ബന്ധുമിത്രാദികളുടെ വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാനും അവസരമുണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ വ്യക്തമായുള്ള നിർദ്ദേശം സ്വീകരിക്കത്തക്ക വിധത്തിൽ ഉന്നതരെ പരിചയപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സുഹൃത്തുക്കളോടൊപ്പവും സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണാഘോഷം അന്യനാട്ടിൽ വിപുലമാക്കി അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനും അവസരമുണ്ടായിത്തീരും. ഇതിന്റെ വെളിച്ചത്തിൽ കലാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അറിവ് അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും.
സകുടുംബം വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാൻ സാധ്യതയുണ്ട്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ അനുകൂലമായ അനുമതി ലഭിക്കും. ഒരുപക്ഷെ ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പ്രവേശനം ലഭിക്കത്തക്ക വിധത്തിൽ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജോലി ഉപേക്ഷിക്കാതെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനിടയുണ്ട്. അർത്ഥപൂർണമായുള്ള ആശയങ്ങൾ ജനോപകാരപ്രദമായുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. അമിത ഭക്ഷണത്താൽ സ്വസ്ഥതക്കേടുകൾ അനുഭവപ്പെടുവാനും ഒന്നോ രണ്ടോ ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ വിശ്രമത്തോടു കൂടിയതായിട്ടുള്ള ജോലി ചെയ്യുക എന്ന ആശയം അവലംബിക്കുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇൻഷുറൻസ് പരിരക്ഷകളോടുകൂടി ആധുനിക സംവിധാനത്തോടുകൂടിയതായുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. ഒരു കർഷകന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലോട് ബന്ധപ്പെട്ട വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും ഏകദേശം ധാരണയാകുവാനും യോഗമുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ പരമാവധി പണം മുതൽ മുടക്കാതെ തന്നെ പ്രയത്നിക്കാം എന്ന ധാരണയോടുകൂടിയതായുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടായി തീരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയ്ക്ക് യോഗം കാണുന്നു. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നുണ്ട്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഭാര്യാസന്താനങ്ങളൊക്കെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തീരുമാനിക്കും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകളും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും വന്നു ചേരുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ഓർമ്മ വന്നു ചേരുന്ന നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും മാറി സ്വതന്ത്രമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് ഏറ്റവും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാൻ യോഗം കാണുന്നുണ്ട്. പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് കൊണ്ടുപോകുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനും യോഗമുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.